ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഗുരുവായൂരിനെ തെക്കൻ വാരണാസിയാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. നരേന്ദ്രമോദി നൽകിയിട്ടുള്ള വികസനങ്ങളാണ് ഗുരുവായൂരിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. മണ്ഡലത്തിനായി സംസ്ഥാന സർക്കാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഗുരുവായൂരിനെ തെക്കൻ വാരണാസിയാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഞാൻ അഥവാ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നരേന്ദ്രമോദി നേരിട്ട് ഈ ഗുരുവായൂരിൽ വന്ന് ഇവിടുത്തെ വികസനത്തിന്റെ മാർഗരേഖകൾ ആരാഞ്ഞ് അത് വാരണാസി പോലെ ഗുരുവായൂരിനെ ആക്കും. ഞങ്ങൾ തെക്കേ ഇന്ത്യയിലെ വാരണാസിയായി ഈ ഗുരുവായൂരിനെ മാറ്റും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ള വികസനങ്ങളാണ് ഗുരുവായൂരിൽ നടന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാർ നൽകിയ ഗുരുവായൂരിലെ വികസനങ്ങൾ എല്ലാം തങ്ങളുടേതാക്കി മാറ്റുകയാണ് ഇപ്പോഴത്തെ MLA ചെയ്യുന്നത്. നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റുമായി ചെന്നിട്ടുള്ള എല്ലാ വികസന കാര്യങ്ങളെയും ഞമ്മന്റെ ആക്കി എട്ടുകാലി മമ്മൂഞ്ഞായി മാറുകയാണ് ഇവിടുത്തെ ഗുരുവായൂർ MLA. താൻ ഗുരുവായൂർ MLA ആയാൽ ദേവസ്വത്തിലെ അഴിമതി ശക്തമായി തടയും. മമ്മിയൂരിലാണ് ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. NDA അധികാരത്തിലെത്തിയാൽ അതിന് ശാശ്വത പരിഹാരമുണ്ടാക്കും. ഗുരുവായൂരിലെത്തുന്ന എല്ലാ ഭക്തർക്കും എല്ലാ സൗകര്യവും ഒരുക്കുമെന്നും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. BJP ജയിച്ചാൽ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾ ജയിച്ചാൽ ദേവസ്വം ബോർഡിലെ അഴിമതി അതിശക്തമായി ഞങ്ങൾ തടയും. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം, ഗുരുവായൂർ.